എനിക്കതിൻ്റെ പ്രേരണ നൽകിയത് എൻ്റെ മുസ്ലിം ജമാഅത്താണ്. ആ ഒരവസ്ഥയിൽ നമ്മുടെ കുട്ടികൾ അതുകൊണ്ട് ഒന്നും നഷ്ടപ്പെടൂല കേട്ടോ. ഇപ്പം എൻ്റെ മോൻ പഠിക്കുന്നത് UK നല്ലൊരു കോളേജിലാണ്. അവൻ്റെ കൂടെ ഉള്ളതെന്ന് പറഞ്ഞാൽ അവൻ വിളിച്ചു പറഞ്ഞത് ഖത്തറിലൊരു മിനിസ്റ്ററുടെ മകനാണ്. ഞാൻ അവനോട് പറഞ്ഞു, ഈ എല്ലാ കുട്ടികളും നിസ്കരിക്കാൻ കൊണ്ടുപോകണം കേട്ടോ എന്ന്. അവൻ അവിടെ നിന്നോട് വിളിച്ചു പറഞ്ഞത്, ഞാൻ കൊണ്ടുപോകൊന്നും വേണ്ട, അവിടെ ഖത്തറത്തെ അവൻ തന്നെ എല്ലാവരും കൊണ്ടുപോകുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ കുട്ടികൾ വിദേശ പഠനത്തിന് പോകാൻ തന്നെ എന്തെങ്കിലും കേടാവാൻ പോവല്ല, നേരാവാനും പോവുകയാണ്. ഞാൻ എപ്പോഴും സൂചിപ്പിക്കാറുള്ളത് പോലെ ഒരു ഉമ്മ മോനെ തോളത്ത് തട്ടിയിട്ട് പറഞ്ഞേക്കാണ്, നീ ഒരിക്കലും എന്താകരുത്, അവിടെ പോയി പഠിച്ചിട്ട് ജോലി വാങ്ങിയിട്ട് ശമ്പളം വാങ്ങിയിട്ട് ഈ ബീഗത്തിനെ നോക്കാനല്ല ഞാൻ പറഞ്ഞയക്കുന്നത്. നീ പോയിട്ട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം വാങ്ങിത്തരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല. അങ്ങനെ ആ ചെറുപ്പക്കാരൻ പോവാണ്. പോകുമ്പോൾ ഒന്നുകൂടി വിളിച്ചിട്ട് പറയാണ്, മോനെ നീ ഖുർആൻ പഠിച്ച ആളാണ്, മൗലാന മുഹമ്മദ് അലി ജൗഹറാണ്. അതുകൊണ്ട് ഒരിക്കലും നീ എന്താക്കരുത്, അവിടെ തഹജ്ജുദ് ഒഴിവാക്കരുത്. അവിടെ -6 ഉണ്ടാകും, -10 ഉണ്ടാകും, മരം കോച്ചുന്ന തണുപ്പുണ്ടാകും, പക്ഷെ തഹജ്ജുദ് ഒഴിവാക്കരുത് നീ എന്ന് പറഞ്ഞിട്ട് ഉമ്മ വിടുകയാണ്. ആ വിടുന്ന സമയത്ത് ചരിത്രം വായിച്ചു നോക്കി, കർച്ചീഫും കൊടുത്തിട്ടാണ് വിടുന്നത്. എന്നിട്ട് പറഞ്ഞ, നീ യത്തീമായി വളർന്ന കുട്ടിയാണ്, നിന്നെ കുറിച്ച് ഓർത്ത് ഒരുപാട് ഞാൻ കരഞ്ഞിട്ടുണ്ട്. ആ കണ്ണീര് തുടച്ചത് ഈ തൂവാല കൊണ്ടാണ്. എപ്പോഴെങ്കിലും ഉമ്മയെ ഓർക്കണമെന്ന് തോന്നുകയാണെങ്കിൽ നീ ഇതൊന്ന് മൂക്കത്ത് വെച്ചാൽ മതി എന്ന് കവയത്രിയെ പോലെ ആ ഉമ്മ പറഞ്ഞേക്കാണ്. അവിടെ വർഷങ്ങളോളം പഠിച്ച് തിരിച്ചു വന്ന് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി സംസാരിച്ചതിനെ ഞാൻ പലതവണ സംസാരിച്ചിട്ടുണ്ട്. വിദേശ രാജ്യത്തിലെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹം പോയി പഠിച്ച് ഏറ്റവും മനോഹരമായി ഇന്ത്യക്ക് വേണ്ടി വാദിച്ചു. അങ്ങനെ ബക്കിംഗ്ഹാം പാലസിൽ പോയി ഇങ്ങനെ ഒരുപാട് ആളുകൾ ഇരിക്കുന്ന കൂട്ടത്തിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ചുകൊണ്ട്, തൊപ്പി വെച്ചുകൊണ്ട്, താടി വെച്ചുകൊണ്ട്, നീളൻ ഷെർവാണിയും വെച്ചുകൊണ്ട് ഓക്സ്ഫോർഡിന്റെ വിദ്യാർത്ഥി എഴുന്നേറ്റ് നിൽക്കുകയാണ്. ഓക്സ്ഫോർഡിൽ പഠിച്ച വിദ്യാർത്ഥി, അന്ന് ഉശിരനായ ചെറുപ്പക്കാരൻ എഴുന്നേറ്റ് നിന്നിട്ട്, മിസ്റ്റർ ജോർജ്, ഇഫ് യു ആസ്ക് അബൌട്ട് മൈ റിലിജിയൻ എന്ന് പറഞ്ഞ് തുടങ്ങുന്നതിന് മുമ്പേ എഴുന്നേറ്റിട്ട് പറഞ്ഞു, മിസ്റ്റർ ജോർജ് എന്ന് പറയുന്നതിന് മുമ്പ്, ബിലവഡ് ജോർജ് അഥവാ സ്നേഹവാചനമായ ജോർജ്, 81 രാജ്യം ഭരിക്കുന്ന ചക്രവർത്തി, ആ ചക്രവർത്തിയുടെ മുമ്പിലായി സംസാരിക്കുന്നത് ഹോണറബിൾ ജോർജ്, ഐ ആം ദി റെപ്രസെന്റേറ്റീവ് ഓഫ് 32 crores. ഞാൻ 32 കോടി ജനതയുടെ പ്രതിനിധിയാണ്, അതുകൊണ്ട് എനിക്ക് 33 മിനിറ്റ് താ എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നു. അവസാനം സമയം കുറച്ച് നീട്ടുന്നു. മൈ ബിലവഡ് പ്രോഫറ്റ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഹി സെഡ് ദാറ്റ്, എൻ്റെ സ്നേഹവാചനമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വെച്ച് പറഞ്ഞിട്ടുണ്ട്, ഈ സ്വാതന്ത്ര്യത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോഴേക്കും സ്റ്റോപ്പ് ദേർ, ഡോണ്ട് ഇൻഡിക്കേറ്റ് ഹിയർ, നിർത്തവിടെ, ആ പേര് ഇവിടെ പറയണ്ട, ഇവിടെ സൂചിപ്പിക്കരുത് മുഹമ്മദിന്റെ പേര് സല്ലല്ലാഹു അലൈഹി വസല്ലം. ജോർജ് എന്ന 81 രാജ്യം ഭരിക്കുന്ന കിരാതനായ ചക്രവർത്തി അന്ന് വിരൽ ചൂണ്ടിയപ്പോ മേശയിൽ അടിച്ചുകൊണ്ട്, അതുവരെ ഹോണറബിൾ ജോർജ് എന്ന് 81 രാജ്യത്തിന്റെ ചക്രവർത്തി ആയതുകൊണ്ട് ആ മേശയിൽ അടിച്ചുകൊണ്ട് ഉയർന്നിട്ട് പറയാണ്, മിസ്റ്റർ ജോർജ്, ഇഫ് യു ആസ്ക് അബൌട്ട് മൈ റിലിജിയൻ, ഫസ്റ്റ്ലി, സെക്കൻഡ്ലി, ഫൈനലി, ഐ ആം എ മുസ്ലിം, ഐ ആം എ മുസ്ലിം, ഐ ആം എ മുസ്ലിം ഓൺലി. മിസ്റ്റർ ജോർജ്, ഇഫ് യു ആസ്ക് അബൌട്ട് മൈ നേഷൻ, ഫസ്റ്റ്ലി, സെക്കൻഡ്ലി, ഫൈനലി, ഐ ആം ആൻ ഇന്ത്യൻ, ഐ ആം ആൻ ഇന്ത്യൻ, ഐ ആം ആൻ ഇന്ത്യൻ. മിസ്റ്റർ ജോർജ്, നിങ്ങൾ ചോദിക്കേണ്ട രാജ്യത്തെ കുറിച്ചാണോ? ഒന്നാമതായും രണ്ടാമതായും അവസാനമായും ഞാനൊരു മുസൽമാനാണ്, ഞാനൊരു മുസൽമാനാണ്, ഞാനൊരു മുസൽമാൻ മാത്രമാണ്. മിസ്റ്റർ ജോർജ്, ഇഫ് യു ആസ്ക് അബൌട്ട് മൈ നേഷൻ, നിങ്ങൾ ചോദിക്കേണ്ട രാജ്യത്തെ കുറിച്ചാണോ? ഒന്നാമതായും രണ്ടാമതായും അവസാനമായും ഞാനൊരു ഇന്ത്യക്കാരനാണ്, ഞാനൊരു ഇന്ത്യക്കാരനാണ്, ഞാനൊരു ഇന്ത്യക്കാരൻ മാത്രമാണ്. ആ പ്രസംഗത്തിലാണ് അദ്ദേഹം തളർന്നു വീഴുന്നത്, ഓക്സ്ഫോർഡിന്റെ ആശുപത്രിയിലേക്ക് മാറ്റുന്നത്, അവിടെ വെച്ച് വസിയ്യത്ത് തയ്യാറാക്കുന്നത്, യാത്രാമധ്യേ മരിക്കുന്നത്. ഇപ്പോഴും അദ്ദേഹം ഇന്ത്യക്ക് വേണ്ടി പോയിട്ട് തിരിച്ചു വന്നിട്ടില്ല. ആ സാധു ഇപ്പൊ കിടക്കുന്നത് എവിടെന്നറിയോ? ബൈത്തുൽ മുഖദ്ദസിലാണ്. പോയവർക്ക് കാണാം. Here was buried Mr. Maulana Muhammad Ali Jauhar is the gems of the history of India. ഇന്ത്യ ചരിത്രത്തിന്റെ രത്നം എന്നറിയപ്പെടുന്ന ജൗഹർ ഇവിടെയാണ് അടക്കം ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. നമ്മുടെ മക്കൾ അതായിരിക്കണം. അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഭൗതികപരമായി പഠിപ്പിച്ചുയർത്തുക എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നണ്ട ഓരോ PSC UPSC ഒക്കെ എടുപ്പിക്കാനാണോ അപ്പോൾ നമ്മളെ മഹല്ലെന്ന്. അതൊക്കെ എടുപ്പിച്ചോ, പക്ഷേ മഹലിലൂടെ ഉയർന്നു പോയി അള്ളാഹുവിൻ്റെ അടിമയായി ഉയർന്നു പോയി ഡോക്ടറായി അവനൊരു ഉന്നതമായ ഒരു സർജനായി മാറുമ്പോൾ അവൻ ഒരു ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് അള്ളാഹുവിലേക്ക് നോക്കി പ്രാർത്ഥിച്ചുകൊണ്ട് അതിമനോഹരമായി രാവിലെ എഴുന്നേൽക്കുന്നതിന് മുമ്പേ തഹജ്ജുദ് നിസ്കരിച്ച് താൻ ഓപ്പറേഷൻ ചെയ്യാൻ പോകുന്ന കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടേ അവൻ്റെ ഓപ്പറേഷൻ. 1 ഓപ്പറേഷൻ തുടങ്ങും. ആ ഡോക്ടറാക്കി മാറ്റുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. 1 ഓപ്പറേഷൻ തുടങ്ങും. 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 1 ഓപ്പ
MLA-മാരും MP-മാരും പറഞ്ഞയച്ച ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കെ കളക്ടറായിട്ടിരിക്കുന്ന സമയത്ത് ഒരു പാവപ്പെട്ട മനുഷ്യൻ ദൂരെ മാറി നിൽക്കുന്നത് കാണുമ്പോൾ അടുത്തേക്ക് വിളിച്ചിട്ട് നിങ്ങളെന്തേ മാറി നിൽക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ എനിക്കാരും വിളിച്ചു പറയല്ലേ സാർ, എനിക്ക് MP-മാരും MLA-മാരും ഒന്നും അറിയില്ല സാർ എന്ന് പറയുമ്പോൾ ആദ്യത്തെ സിഗ്നേച്ചർ ആ പാവത്തിന് വേണ്ടി ഒപ്പിട്ട് കൊടുക്കുന്ന ഡിസ്ട്രിക്ട് കളക്ടറാകാനാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനത്തെ കുട്ടികളെ വളർത്തിയെടുക്കാൻ എഡ്യൂക്കേഷണൽ സെല്ല് നമ്മൾ തുടങ്ങണം. എല്ലാവരെയും ആദരിക്കുന്ന ബഹുമാനിക്കുന്ന ആളുകളായി നമ്മുടെ കുട്ടികൾ മാറണം. തയ്യാറല്ലേ ഇൻഷാ അല്ലാഹ്? ആണോ അല്ലേ? അതിനാരൊക്കെ തയ്യാറുണ്ട്? ഇതൊക്കെ ഒന്ന് മഹലിൽ നടപ്പിലാക്കാൻ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒന്നുകൊണ്ട് ഉഷാറാകട്ടെ എന്ന് വിചാരിച്ചിട്ടൊന്ന് കൈപ്പൊക്കിയാട്ടോ, ഒന്ന് പെട്ടെന്നൊന്ന്. എല്ലാവരും റെഡി തന്നെയല്ലേ ഇൻഷാ അല്ലാഹ്? ഉറപ്പല്ലേ? ഇനി മഹലിൽ തണുത്തിരിക്കോ? നിങ്ങളാരും തണുക്കണവരൊന്നും അല്ല കേട്ടോ, ഞാൻ ചോദിക്കുകയാണ്. തണുത്തിരിക്കൂലല്ലോ. ഇതിൻ്റെ കൂട്ടത്തിലൊരു കാര്യം കൂടി അവസാനമായിട്ട് പറയാണ്. ബിസിനസ് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ അതിൻ്റെ ലേറ്റസ്റ്റ് വേർഷൻ വന്നു, അതിൻ്റെ ട്രെയിനിങ്ങും മഹലിൽ വെക്കണം. മനസ്സിലാകുന്നുണ്ടോ? ലേറ്റസ്റ്റ് വേർഷൻ വന്നു. ഇപ്പം എൻ്റെ ഒരു സുഹൃത്ത് നല്ല ചെറുപ്പക്കാരനാണ്, ദുബായിലെ ഒരു റൂമിലിരുന്ന് അടിപൊളിയായിട്ട് ഇൻ്റർനാഷണൽ ലെവലിലുള്ള ട്രെയിനിങ് നടത്തുന്നു. UK-യിലുള്ള സാധനം US-ലേക്ക്, US-ലുള്ള സാധനം അങ്ങോട്ട്, അവിടെ നിന്നുള്ള സാധനം ഇങ്ങോട്ട്. ഇടയ്ക്കിടയ്ക്ക് എൻ്റെ മീറ്റിങ്ങിന് വരും, എൻ്റെ അടുത്തേക്ക് മീറ്റിങ്ങിന് വരും. സാർ എന്താ അങ്ങനെ എങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിച്ച് ഓൻ പോവും. ഇടയ്ക്ക് എൻ്റെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവും. അവൻ്റെ നോക്കുമ്പോൾ അവൻ്റെ ടേൺ ഓവറൊക്കെ കോടികളാണ്. അവൻ സാധനം കാണണേ ഇല്ല. അവർ ഈ കമ്പ്യൂട്ടറിലിരിക്കുന്നു, എന്താണ് ഇപ്പോൾ US-ലെ കുറവെന്ന് നോക്കുന്നു, UK-യിൽ അത് അവൈലബിൾ ആണോ നോക്കുന്നു, അത് കാനഡയിൽ അവൈലബിൾ ആണോ നോക്കുന്നു, ലോജിസ്റ്റിക്സിലേക്ക് ലിങ്ക് ചെയ്യുന്നു, ലോജിസ്റ്റിക്സിൻ്റെ മീറ്റിംഗ് നടത്തുന്നു, അതിനുവേണ്ടി അവൻ പോകുന്നു, സാധനം കാണുന്നു, ലിങ്ക് ചെയ്യിപ്പിക്കുന്നു, ആ സ്ഥലത്തേക്ക് എത്തുന്നു. അല്ലാതെ നമ്മൾ കാണിക്കണമായിട്ടുള്ളതൊന്നുമില്ല. അതിൻ്റെ ട്രെയിനിങ്ങുകൾ നമ്മളെ മഹല്ലുകൾ നടപ്പിലാക്കണം. ഇതും നടപ്പിലാക്കേണ്ടത് ആരാന്നറിയോ? ഇങ്ങനെ കുറച്ച് ബിസിനസ്സുകാർ ഉയർന്നു പോയാൽ ഇതിനൊന്നും പൈസ ചെലവില്ല കേട്ടോ. ഇൻ്റർനാഷണൽ ട്രേഡിങ്ങിന് വല്ലാണ്ട് പൈസ അല്ല, ഇൻ്റലക്ച്വൽ കപ്പാസിറ്റിയാണ് വേണ്ടേ. അങ്ങനെ എങ്ങാനും പഠിച്ചിട്ട് അതിമനോഹരമായി ചെയ്താൽ നിങ്ങൾക്ക് പിന്നെ സമ്പത്തിനും വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. കാരണം ഈ ബിസിനസ്സുകാരനെ പിന്നെ ആക്കിയതും ആരെന്നെയാണ്? മഹല്ല് ജമാഅത്താണ്. തയ്യാറല്ലേ ഇൻഷാ അല്ലാഹ്? ഇതിൽ ഏതൊക്കെ ഇപ്പോൾ നടപ്പിലാക്കാൻ പറ്റും? പറയുമ്പോൾ കുറേ ഉണ്ടല്ലേ, എന്നാലും ഏതൊക്കെ നടപ്പിലാക്കാൻ പറ്റും ഒന്ന് പറഞ്ഞാട്ടെ. പ്രീ മാരിറ്റൽ, പിന്നെ ഹാർമണി കൗൺസിലിംഗ്, പിന്നെ PSC UPSC, പിന്നെ എഡ്യൂക്കേഷൻ എംപവർമെന്റ്, പിന്നെ സീനിയർ മദ്രസ. മാഷാ അല്ലാഹ്, ഉസ്താദ്മാരത് ഏറ്റെടുത്തിക്കണേ മാഷാ അല്ലാഹ്. പിന്നെ എല്ലാം നടപ്പിലാക്കണം മാഷാ അല്ലാഹ്. ചില ആൾക്കാരതാ പറഞ്ഞത്. ഇതൊന്നും വലിയ പണിയില്ല കേട്ടോ. നല്ല സിസ്റ്റമാറ്റിക് ആയിട്ട് നടപ്പിലാക്കാൻ നോക്കിയാൽ ഇതൊക്കെ നടപ്പിലാകും ഇൻഷാ അല്ലാഹ്. റെഡിയാണ് ഇൻഷാ അല്ലാഹ്? തയ്യാറല്ലേ ഇൻഷാ അല്ലാഹ്? അവിടെ നമുക്ക് സമയം കഴിഞ്ഞു പോയി. എല്ലാവരും ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞൊന്ന് കൈ പൊക്കിയാട്ടെ ഇൻഷാ അല്ലാഹ്. തയ്യാറല്ലേ ഇൻഷാ അല്ലാഹ്? അള്ളാഹുവിലേക്ക് മാത്രം അടുക്കുക. അള്ളാഹുവിലേക്ക് ഞാൻ കൺക്ലൂഡ് ചെയ്യുന്നു. അള്ളാഹുവാണ് നമ്മുടെ എല്ലാം. നാളെയുടെ ലോകം വരും. ആ ലോകം വരുന്ന സമയത്ത് നമ്മളെല്ലാവരും അവിടെ ഹാജരാകും. അവിടെ മനുഷ്യരുണ്ടാകും, ജിന്നുകളുണ്ടാകും, മലക്കുകളുണ്ടാകും. എല്ലാം തകർന്നടിഞ്ഞ് അവസാനം അള്ളാഹു പൊക്കിക്കൊണ്ടുവരും. എന്നിട്ട് അള്ളാഹു ഇങ്ങനെ ഇടപെട്ട് അങ്ങോട്ട് ഒഴുകിയെത്തുന്നൊരു സമയമുണ്ട്. വൽ മലായികത്തു സഫൻ സഫ, മലക്കുകൾ വരി വരിയായി നിൽക്കും. അള്ളാഹു ഇങ്ങനെ വരും. എന്നിട്ട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. അതുകൊണ്ട് ആ അള്ളാഹുലേക്ക് മാത്രം തിരിയണേ എന്ന് ഞാൻ നിങ്ങളോട് പറയാണ്. എന്നിട്ട് ചോദിക്കണ ചോദ്യം എന്താണെന്നറിയോ? ലിമനിൽ മുൽകുൽ യൗം ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ. എത്ര സുന്ദരമായ ചോദ്യമാണ്. ലിമനിൽ മുൽകുൽ യൗം ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ. ഇന്നത്തെ ദിവസത്തിന്റെ ഉടമസ്ഥനായി ആരുണ്ട്? ഞാനല്ലാതെ. മലക്കുകളെ നിങ്ങളും സൃഷ്ടികളാണ്. ജിന്നുകളെ നിങ്ങളും സൃഷ്ടികളാണ്. മനുഷ്യരെ നിങ്ങളും സൃഷ്ടികളാണ്. അതുകൊണ്ടാണ് ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജിലാനി റഹ്മത്തുള്ളാഹി അലൈഹി അർ-റബ്ബു റബ്ബുൻ വൽ അബ്ദു അബ്ദുൻ. റബ്ബ് റബ്ബാണ്, അടിമ അടിമയാണ്. അടിമയായി കാണണേ എന്ന് അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ വരെ പറഞ്ഞു വെച്ചത്. അതുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കണം. അതിനുവേണ്ടി ഇഹ്സാനി സിന്ദഗിയിലേക്ക് കയറണം. ഇഹ്സാനി സിന്ദഗി ഷോർട്ടാക്കി ഒറ്റ മിനിറ്റ് കൊണ്ട് പറയാം. അല്ലാഹ് എന്നത് നമ്മുടെ ഹൃദയത്തിലേക്ക് കയറാൻ എൻ്റെ പ്രിയപ്പെട്ട ഇവിടെ ഇരിക്കുന്ന മഹല്ലിലെ നേതൃത്വത്തോട് നമ്മൾ അല്ലാഹ് എന്നത് ഹൃദയത്തിലേക്ക് കയറാൻ, അള്ളാഹുവിലേക്ക് അടുത്തടുത്ത് നമ്മുടെ ശരീരമുണ്ടല്ലോ, ഈ ശരീരത്തിൽ നിന്ന് പുറപ്പെടാനുണ്ട്. അള്ളാഹുവിൻ്റെ ദാത്ത്, സിഫാത്ത്, അഫ്ആല്, ആസാറ്, ഈ നാലും നമ്മൾ
നമ്മൾ മനസ്സിലാക്കണം. ലാസ്റ്റ് സ്പീച്ച് എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് അള്ളാഹുവിൻ്റെ ഇത് പുറപ്പെടും. നിങ്ങൾ വെറുതെ മനസ്സുകൊണ്ട് കാണ്. ഏഴാകാശങ്ങൾക്കും അപ്പുറം ഇരിക്കുന്ന അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ ചെയ്യുന്നത് ദീനിയായ കാര്യമാണ്, ദീനിയായ കാര്യം മാത്രമാണ്, എല്ലാം ദീനിയാണ് ഇവിടെ. അത് ചെയ്താൽ അള്ളാഹുവിൻ്റെ അർശൊന്ന് കിലുങ്ങും, അള്ളാഹുവിൻ്റെ സിഫത്തുകൾ പുറപ്പെടും. ആ സിഫത്ത് വന്ന് നമ്മളിൽ എന്താകും? ഫിഅലാകും. അത് പിന്നെ അസറാകും. അത് പിന്നീട് നമുക്ക് വിശദീകരിക്കാം. എന്ന് പറഞ്ഞാൽ ഉദാഹരണത്തിന് ഇപ്പം എൻ്റെ കൈ ഇവിടെ ഇങ്ങനെ ഭയങ്കര എന്തോ ഒരു പ്രശ്നമായി എന്ന് വിചാരിക്കുക. ഞാൻ കൈ ഇവിടെ വെച്ചുകൊണ്ട് എനിക്ക് തൗഹീദ് ഉണ്ടെങ്കിൽ, ഇഹ്സാനി ലോകമുണ്ടെങ്കിൽ അവിടെ കൈവച്ചുകൊണ്ട് അല്ലാഹുമ്മ അദ്ഹിബിൽ ബഅസ റബ്ബന്നാസ് വശ്ഫി അൻത ശാഫി ലാ ശിഫാ ഇല്ലാ ശിഫാഉക ശിഫാഅൻ ലാ യുഗാദിറു സഖമ എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ തിരു ശരീരത്തിൽ നിന്നും ഷാഫി എന്ന സിഫത്ത് പുറപ്പെടും. അത് പുറപ്പെട്ടിട്ട് നിമിഷ നേരങ്ങളെ കൊണ്ട് എൻ്റെ ഈ ശരീരത്തിൻ്റെ ഭാഗത്തെത്തും. എന്നിട്ട് അവിടെ ഫിഅലാകും. ഫിഅലാകുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ പ്രവർത്തിക്കാൻ തുടങ്ങും. അത് പ്രവർത്തിക്കും. പെട്ടെന്ന് എനിക്ക് അസർ വരും, റിഫ്ലക്ഷൻ വരും. അത് മാറിയതായി. ദാറ്റ് ഈസ് തൗഹീദ്. അതിൻ്റെ പേരാണ് തൗഹീദ്. അല്ലാതെ നാളെയുടെ ലോകത്തിൽ കണ്ടുമുട്ടുന്ന അല്ലാഹുവല്ല. ഇന്ന് നമ്മൾ വിളിച്ചാൽ വിളി കേൾക്കുന്ന അല്ലാഹുവായി അല്ലാഹു നമ്മളിലേക്ക് പ്രവേശിക്കണം. ഹുവല്ലാഹുൽ ലദീ ലാ ഇലാഹ ഇല്ലാ ഹു ആലിമുൽ ഗൈബി വശ്ശഹാദ ഹുവർ റഹ്മാനുർ റഹീം എന്നാണ്. ആ പ്രകാശദാവള്യം നമ്മളിലേക്ക് ഏറ്റെടുക്കാൻ നമുക്ക് പറ്റണം. അതിന് നമ്മുടെ എല്ലാ ഇബാദത്തിലും പ്രാർത്ഥനയിലും നമ്മുടെ കർമ്മത്തിലുമെല്ലാം ഇതുണ്ടാകണം. ദയവ് ചെയ്ത് നമ്മുടെ മഹല്ലിൻ്റെ ഐക്യം നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്. അവസാനം പറയാണ്, ഐക്യം നഷ്ടപ്പെടുത്തരുത്. അവിടെ കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കി, ഇവിടെ അത് പറയുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ഓരോ തിരിപ്പൻ സ്വഭാവം ഉണ്ടാക്കി, ഉസ്താദിനെ അങ്ങോട്ട് മാറ്റി, പ്രസിഡന്റ് അങ്ങോട്ട് മാറ്റി, അങ്ങനെ എന്നിട്ട് പാനലുകൾ ഉണ്ടാക്കി. സഹോദരന്മാർ, ഇത് പൊളിറ്റിക്സ് അല്ല, ഇത് അള്ളാഹുവിൻ്റെ ദീനാണ്. അവിടെ ദീനായിട്ട് നമ്മൾ ഏറ്റെടുക്കണം. ഇവിടെ രാഷ്ട്രീയം കളിക്കരുത്. നിങ്ങൾ കളിച്ചു എന്ന് പറയല്ല. അതുകൊണ്ട് ഐക്യം നഷ്ടപ്പെടുത്തുന്ന ഒരു പരിപാടിയും ഉണ്ടാക്കരുത്. കാരണം നമ്മൾ പ്യൂർലി നമ്മൾ ചെയ്യുന്നത് മുഴുവൻ അള്ളാഹുവിന് വേണ്ടിയിട്ട് മാത്രമാണ്. അതുകൊണ്ട് ആ ഇഖ്ലാസോട് കൂടിയിട്ട് നമ്മൾ ചെയ്യാവൂ. ദയവ് ചെയ്ത് നമ്മുടെ മഹല്ലിലെ ഒരു മനുഷ്യനെയും അകറ്റി നിർത്തരുത്. മദ്യപാനിയെ പോലും തോളത്ത് കൈയിട്ട് നമ്മളിലേക്ക് കൊണ്ടുവരാനുള്ള ശേഷി ഉണ്ടാകണം നമുക്ക്. അല്ലാതെ അവരെ അകറ്റി നിർത്താനുള്ള ശേഷിയല്ല. ഒരു കുട്ടി എന്തെങ്കിലും ഒരു ചാടിപ്പോക്കോ പ്രണയമോ ഒക്കെ നടന്നാൽ അവർ കൗൺസിലിംഗ് നടത്തി അതിവിദഗ്ധമായി അവർ രണ്ടുപേരെ ഇരുത്തി, ചിലപ്പോൾ രണ്ട് സമുദായത്തിൽപ്പെട്ട ആൾക്കാരായിരിക്കും, അവരുടെ അച്ഛനെയും അമ്മയെയും വരുത്തി, ഇവരുടെ ഉപ്പാനെയും ഉമ്മയെയും വരുത്തി, രണ്ടുപേരും ധാരണയിലെത്തി ഒറ്റക്കല്ല കൗൺസിലിംഗ് നടത്തുന്ന ഫാമിലി കൗൺസിലിംഗ് നടത്തി അവിടുന്ന് കുട്ടികളെ പിരിയിപ്പിച്ച് നല്ല സന്തോഷത്തോടു കൂടി ആക്കണം. ദാറ്റ് ഈസ് കൗൺസിലിംഗ്. അല്ലാത്തതൊക്കെ മീഡിയേഷനാണ്. മീഡിയേഷൻ അല്ല നമ്മൾ നടപ്പിലാക്കേണ്ടത്, കൗൺസിലിംഗ് ആണ്. അതിൽ ഹൈന്ദവ കുട്ടിയെയും വരുത്തണം, മുസ്ലിം കുട്ടിയെയും വരുത്തണം. മുസ്ലിം അവിടെ തല്ലും പ്രശ്നങ്ങളൊന്നും ഉണ്ടാവരുത്. എന്നിട്ട് സൗമ്യമായി പറഞ്ഞ് അവരോട് നല്ല രീതിയിൽ, അതായത് മോളെ നിൻ്റെ അമ്മക്കൊരു വിഷമമാണ്, നീ ഒരു മുസ്ലിമിനെ കല്യാണം കഴിക്കേണ്ടതില്ല, അങ്ങനൊരു ഇസ്ലാമും ഇല്ല എന്ന് പഠിപ്പിക്കണം. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് തന്നെ ബുഖാരി ഷരീഫിൽ ആദ്യത്തെ ഹദീസ് തന്നെ ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് എന്നാണ്. ബുഖാരിയിൽ മാത്രമല്ല മറ്റു പല ഹദീസ് ഗ്രന്ഥങ്ങളും തുടങ്ങുന്നത്. നീ ഒരു പെണ്ണിനെ തേടി പുറപ്പെട്ടാൽ പെണ്ണിനെ നിനക്ക് ലഭിക്കും. നീ അധികാരം തേടി പുറപ്പെട്ടാൽ അധികാരം നിനക്ക് ലഭിക്കും. അതിൽ അള്ളാഹിനെ തേടി പുറപ്പെട്ടാൽ അള്ളാഹുവിനെയും അവൻ്റെ വിശ്വാസമേയും ലഭിക്കുമെന്നാണ്. അതുകൊണ്ട് പെണ്ണിനെ തേടി പുറപ്പെട്ടിട്ടൊരു ഇസ്ലാമിലേക്ക് ഒരാകണ പരിപാടി നമ്മളൊരു അജണ്ടയാക്കി എടുക്കേണ്ടതില്ല. അങ്ങനൊരു ലവ് ജിഹാദുമില്ല, ഇസ്ലാമിൽ അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് സഹോദരന്മാരെ, ഹൈന്ദവ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുവന്ന് എവിടെയെങ്കിലും വെച്ച് വിവാഹം കഴിക്കുന്ന ഒരു മുസ്ലിം കുട്ടിയെ ഒരിക്കലും നമ്മൾ സപ്പോർട്ട് ചെയ്യരുത്. കാരണം എന്തെന്ന് ചോദിച്ചാൽ അങ്ങനൊരു വിവാഹ ജീവിതം ഒരിക്കലും എന്താക്കിയിട്ടില്ല, അള്ളാഹുവിൻ്റെ വിശ്വാസം പഠിപ്പിച്ചിട്ടില്ല. ആ കുട്ടിയുടെ അമ്മയുണ്ട്, ആ കുട്ടിയുടെ അച്ഛനുണ്ട്, ആ കുട്ടിയുടെ എല്ലാവരുമുണ്ട്. അവരെ നോൽപ്പിച്ചുകൊണ്ട് അങ്ങനെ തട്ടിക്കൊടുന്നിട്ട് ഇവന് വേണ്ടിയിട്ടൊരു മുസ്ലിം ആകുന്ന ഒരു കഥാപാത്രമൊന്നും ആവണ്ട. അങ്ങനെ എത്രയോ നഷ്ടങ്ങൾ നമുക്ക് സംഭവിച്ചിട്ടുണ്ട്. അതിനവർ പേരുമിട്ടു, അവർ കോലം കത്തിച്ചു, അവർ രാജ്യം ഉണ്ടാക്കി. അങ്ങനെ ഒരുപാട് നഷ്ടങ്ങളിലേക്ക് നമ്മൾ പോയി. ദയവ് ചെയ്ത് അതിനൊന്നും നമ്മൾ പ്രോത്സാഹിപ്പിക്കരുത്. ആ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല ഇതുവരെ ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമ. അങ്ങനെ തന്നെ നിൽക്കണം. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രബോധനം നടത്തുന്നത് നമ്മുടെ അഖലാക്കിലൂടെയാണ്. അല്ലാതെ ഒരു പയ്യനെ പ്രണയിച്ച് ചാടിപ്പോന്നിട്ട് എന്തൊക്കെയാക്കി ആ പയ്യന് വേണ്ടി ഇസ്ലാമിലേക്ക് ആവലല്ല യഥാർത്ഥത്തിൽ ഇസ്ലാം. അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ടിട്ട് അള്ളാഹിനെ മനസ്സിലാക്കി വരുമ്പോഴാണ് ഒരാൾ എന്താകുന്നത്, ഇസ്ലാമിലേക്ക് ആകുന്നത്. അതുകൊണ്ട് ആ വിശാല കാഴ്ചപ്പാടോടെ മനുഷ്യരെ കണ്ട് എല്ലാവരെയും നെഞ്ചിൽ ചേർത്ത് അതിമനോഹരമായി മഹല്ലിനെ കൊണ്ടുപോകണം. പരസ്പര ഐക്യങ്ങൾ ഉണ്ടാകണം. എല്ലാ
എല്ലപ്പോഴും ദിൽ നരം, നല്ല വിശാലമായൊരു ഹൃദയമുണ്ടാകണം. സർട്ടണ്ട, തണുത്തൊരു തലയുണ്ടാകണം. സബാൻ മീട്ട, മനോഹരമായൊരു നാക്കുണ്ടാകണം, മധുരകരമായ നാക്കുണ്ടാകണം. ഇതെല്ലാം കൂടി ആയാലേ മഹല്ല് മുന്നോട്ട് പോകുള്ളൂ. അതുകൊണ്ട് ഇന്നത്തെ ഈ സംഗമം പിരിഞ്ഞ് നിങ്ങൾ പോകുമ്പോൾ ആ ഐക്യം കൈമുതലായി അതിമനോഹരമായി മഹല്ലിന് ഈ പറഞ്ഞതെല്ലാം കൂടി നടപ്പിലാക്കാൻ ശ്രമിക്കാം. എന്നായാലും ആയതാകും എന്നുള്ള ധാരണയിൽ ഒന്നണ്ട് എഴുന്നേറ്റാട്ടെ. എന്നിട്ട് എല്ലാവർക്കും ഒന്ന് ഹഗ്ഗിങ് കൊടുത്താട്ടെ. മോനൊക്കെ ചെയ്യണേ പ്രത്യേക കൂലിയുള്ളതാണ്. അതിനാരും മടിച്ചു നിൽക്കണ്ട. അടുത്ത് നിൽക്കണവരൊക്കെ ഒന്ന് ഹഗ് ചെയ്തേക്കും. ഉസ്താദുമാരൊക്കെ വേണമെങ്കിൽ അവിടെ ഇരുന്നോളിത്ത ഇൻഷാ അല്ലാഹ്. അവരൊക്കെ നമ്മൾ ഉസ്താദുമാരാണ്. അങ്ങോട്ട് കണ്ട് ഹഗ് ചെയ്യുക. ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമ ഇൻഷാ അല്ലാഹ് ദക്ഷിണ കേരള ജമിയത്ത് എന്ന് പറഞ്ഞ ജമാഅത്ത് എന്ന് പറയുന്നത് ഇൻഷാ അല്ലാഹ് ഉഷാറായിട്ട് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുമെന്നും അതിമനോഹരമായി സ്നേഹത്തോടെ മുന്നോട്ട് കൊണ്ടുപോകുമെന്നും എല്ലാ അർത്ഥത്തിലും നമ്മൾ അതിനെ സ്നേഹത്തോടെ മുന്നോട്ട് കൊണ്ടുപോകുമെന്നും പരസ്പര ഐക്യത്തോടു കൂടി ഉഷാറായിട്ട് കൊണ്ടുപോകുമെന്നും അല്ലാഹു അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.